ക്ഷമയോടെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം വന്ദനം അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനിൽ നിന്ന് നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ആലോചന കേൾക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. വിവാഹത്തിന്റെ വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ തക്കണം ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇവിടെ ഒരുക്കപ്പെട്ട് വന്നിരിക്കുന്ന വധൂവരന്മാരെ കാണുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് വിവാഹം, മരണം എന്നുള്ളതായ ഈ രണ്ട് ശുശ്രൂഷകളിൽ മനുഷ്യർ തങ്ങളുടെ പ്രതാപങ്ങളെ കാണിക്കാനുള്ളതായ വലിയൊരു ബദ്ധപ്പാട് ഉണ്ടാകുന്നത് നമുക്ക് കാണാനിടയായിത്തീരുന്നുണ്ട്. അവർക്ക് ലോകത്തുള്ളതായ അവരുടെ ധനശേഷിയെ കാണിക്കുന്ന രണ്ട് പ്രത്യേക സന്ദർഭമാണ് ഇതെന്നുള്ളത് നമ്മൾ സാധാരണ എല്ലാ ദിവസവും കണ്ടുവരുന്നൊരു വിഷയമാണ്. എന്നാൽ ഇന്നത്തെ മണവാളിനെ കാണുമ്പോൾ ഈ കൊച്ചൻ ജോലി വന്നുള്ള കൊച്ചനാണോ, അതായത് സൂട്ടൊക്കെ ഇട്ട് വരാൻ വേണമെന്നൊക്കെ ചിലപ്പം ചിലർ ചിന്തിച്ചെന്ന് വന്നേക്കാം. എന്നാൽ ദൈവമക്കൾ എപ്പോഴും ഈ സിംപ്ലിസിറ്റിയിൽ അഥവാ ലാഘവ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. അതാണ് ദൈവമക്കളുടെ വിശേഷം. എന്തുകൊണ്ടെന്നാൽ ദൈവം വലിയ പ്രൗഢിയിലൊന്നും ഇഷ്ടപ്പെടുന്നില്ല. സ്തോത്രം. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഹലോക ജീവിതകാലത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന വിഷയം. കർത്താവിന്റെ കൃപയാൽ ഞാനും ഇവിടെ നിന്നപ്പോൾ എന്റെ വിവാഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. 1963 എന്റെ വിവാഹം. 1962 ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായി വന്നിട്ട് ഒരു സയന്റിസ്റ്റായിട്ട് ഞാൻ ഇന്ത്യ ഗവൺമെന്റിൽ ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ എന്റെ സയന്റിസ്റ്റായിട്ട് ജോലിയിൽ പ്രവേശിച്ചിരിക്കുമ്പോഴാണ് എന്റെ വിവാഹം നടക്കുന്നത്. അങ്ങനെ വിവാഹം നടക്കുന്ന സമയത്ത് എന്റെ കൂടെ ജോലി ചെയ്യുന്നതായ എല്ലാം MSc റാങ്ക് മേടിച്ചതിന് മുകളിലോട്ടുള്ള ബിരുദധാരികൾ മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതാണോ മണവാളനും ഗുണവാട്ടി അവർ പ്രതീക്ഷിച്ചത്? ഏതാണ്ട് വലിയ പ്രൗഢിയിലും ഇതിലൊക്കെയാ വലിയ പൂമാലയൊക്കെ കാണുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ ഇത്ര ഈ ലാഘവമായ ഒരു സിമ്പിൾ അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും അവർ തന്നെ അവിടെ ചെന്ന് ഞങ്ങളുടെ കൂടെയുള്ള ബാക്കിയുള്ള ജോലിക്കാരോട് പറഞ്ഞത്, അയ്യോ, വി ഹാവ് നെവർ സീൻ സച്ച് എ സിമ്പിൾ മാരേജ് ഇൻ അവർ ലൈഫ്. ഇത്ര ലഘുവായ ഒരു കല്യാണം ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് പ്രത്യേകം അഭിനന്ദിക്കുവാനിടയായി തീർന്നു. മാത്രമല്ല ഞാൻ പിറ്റേ ആഴ്ച ഞങ്ങളുടെ സ്റ്റാഫിനെല്ലാം സയൻസ് സ്റ്റാഫിനെല്ലാം ഒരു വിവാഹ അല്ലെങ്കിൽ ഒരു പാർട്ടി നടത്തുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ വിവാഹം കഴിഞ്ഞവരെല്ലാം നടത്തണം. അങ്ങനെ പാർട്ടി നടത്താനായിട്ട് അവിടെ ചെന്ന് ഞങ്ങൾ ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ എറണാകുളത്ത് അത് ക്രമീകരിച്ച് അവരെല്ലാം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഞങ്ങളെ വെറും സിമ്പിൾ ഡ്രസ്സിൽ അവിടെ ചെന്ന് എല്ലാം കഴിഞ്ഞു. അവിടെ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഈ തൃപ്പൂണിത്തുറ കൊട്ടാരത്തിലെ ഒരു മിസ് ഗിരിജ എന്ന് പറയുന്ന ഒരു കൊട്ടാരത്തിലെ ഒരു രാജകുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ കൂടെ വേറെ രണ്ട് മൂന്ന് വ്യക്തികളുണ്ട്. ഞങ്ങളുടെ ഓഫീസർ ഇൻചാർജ് ആയിട്ടിരിക്കുന്നത് ഒരു PhD എടുത്ത ഒരു ഡോക്ടർ ശ്രീനിവാസനാണ്. അദ്ദേഹം ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്റെ ലാബിൽ ചെല്ലുമ്പോൾ ഞാൻ ഈ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഈ ലേഡീസിനെ വിളിച്ചു നിർത്തി പറഞ്ഞുകൊണ്ടിരിക്കുക, ഡിഡ് യു നോട്ടീസ് മിസ്സസ് ജേക്കബ്? ഞാൻ മിസ്സസ് ജേക്കബിനെ നിങ്ങൾ നോക്കിയോ? എത്ര സിമ്പിളായിട്ടാണ് അവർ വന്നത്. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ, സമ്പത്തില്ലാഞ്ഞിട്ടാണോ, അവർക്ക് ലോകത്തിൽ എന്ത് കുറവുണ്ടായിട്ടാ? നോക്കിയായിട്ട് ആ സിമ്പിൾ ലൈഫ് എത്രമാത്രം അഭിനന്ദിക്കത്തക്കതാണെന്നൊക്കെ പറഞ്ഞ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം അത്രമാത്രം അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഓർത്തു, മനുഷ്യൻ ഈ കാണിക്കുന്ന പ്രൗഢിയും പ്രതാപവും ഒക്കെ കാണുമ്പോൾ മനുഷ്യൻ തന്നെ അങ്ങോട്ട് മാറിപ്പോയി, അമ്പടാ അവിടെ പ്രതാപം, ഇത് പറയത്രേ ഉള്ളെന്ന് നിങ്ങളെല്ലാം ഒന്ന് ബോധവാന്മാരായാൽ നന്നായിരുന്നു. അത് പറയാനായിട്ട് എത്രയും പറയുന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ പാപം ചെയ്ത് മനുഷ്യൻ ഏതെന്തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ശേഷമാണ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ ദുർനടപ്പിൽ ഒഴിവുള്ളവരായിരിക്കേണ്ടതിന് വേണ്ടി അവർ വിവാഹത്തിൽ പ്രവേശിക്കണമെന്ന്. കാര്യം അവർ പലപ്പോഴും മനുഷ്യന്റെ ശരീരത്തിലെ ഘടന അവൻ പലപ്പോഴും ദുർനടപ്പിലേക്ക് ആനയിക്കുവാൻ ഏത് ഭാഗത്തുന്നുണ്ട്. ദൈവത്തിന്റെ വചനം പറഞ്ഞു 1 Corinthians 7 അധ്യായത്തില് 2-ാം വാക്യത്തിൽ പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, അവൻ ദുർനടപ്പിൽ ഒഴിവുള്ളതായിപ്പാൻ ഓരോരുത്തന് സ്വന്തം ഭാര്യ, ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവ്, ഭർത്താക്കന്മാരുമില്ല, ഭാര്യമാരുമില്ല, രഹസ്യ ഭാര്യയുമില്ല, രഹസ്യ ഭർത്താവുമില്ല, ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവുമല്ലാതെ വേറെ ഒന്നും ദൈവം അനുവദിച്ചിട്ടില്ല. അല്ലാത്തതിന്റെ കാര്യമാണ് എബ്രായലേഖനം 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, വിവാഹം എല്ലാവർക്കും മാന്യവും വിവാഹങ്ങളുടെ കടക്ക നിർമ്മലവുമാകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെല്ലാം ഓർത്തോളണം. വിവാഹം കഴിഞ്ഞിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം മുൻപോട്ട് സ്വന്തം ഭാര്യമാരുടെ അവിശ്വസ്തത കാണിച്ച് സ്വന്തം ഭർത്താക്കന്മാരുടെ അവിശ്വസ്തത കാണിച്ച് ജീവിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ അധികാരമുള്ള ദൈവത്തിന്റെ വചനം ഉപയോഗിച്ച് ഞങ്ങൾ ഇത് കേൾക്കാതെ പറയുകയാണ്, നിന്നെ വിധിക്കുന്ന ഒരു ദിവസം എന്നുള്ള കാര്യം നീ അറിയാതെ
നിന്നെ വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ആകയാൽ ഒരു ഭർത്താവിനോട് ഭാര്യയോട് ഭർത്താവും വിശ്വസ്തത പാലിച്ചുകൊണ്ടിരിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ കർശനമായി നിഷ്കർഷിക്കും. വിശേഷിക്കുന്ന കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരസ്പരം വിശ്വസ്തരായിരുന്നോളണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുക. വിവാഹ ജീവിതം മുഖാന്തരമുള്ള ദൈവത്തിന്റെ പരമോദ്ദേശം അങ്ങനെയാണ്. എല്ലാം വിശദീകരിക്കുന്നില്ല. വിവാഹം നടത്തപ്പെടുന്ന സ്ഥലത്തെ കുറിച്ച് ഈ നാളിൽ വലിയ പ്രോബ്ലം ഇല്ലെങ്കിൽ തന്നെ ചിലർക്ക് വിചാരം ഇങ്ങനെയുള്ള ഹോളുകൾക്കൊക്കെ കല്യാണം നടത്തിയെങ്കിലേ ഏതാണ്ട് കല്യാണം ആകത്തുള്ളതാണ്. പലപ്പോഴും പല വീടുകളിൽ വെച്ച് ഞങ്ങൾ വിവാഹത്തോട് നടത്താറുണ്ട്. വളരെ അനുഗ്രഹമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആ വീട്ടിൽ കുറച്ച് പേരുണ്ട്. അവർക്കൂടെ ഒന്ന് സംബന്ധിക്കാൻ നല്ലതായിരിക്കും വിവാഹം വീടുകളിൽ വെച്ച് നടക്കുന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങള്. പിന്നെ സൗകര്യാർത്ഥമൊക്കെ ഇങ്ങനെ നടക്കുന്നതിനകത്ത് തെറ്റൊന്നും കാണുന്നുമില്ല. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഏതും തോട്ടത്തിൽ വെച്ചാണ് ഒരു കല്യാണം നടന്നത്, മറ്റൊരു കല്യാണം നടന്നത്. ഇസാഖ് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഭാര്യയെ കൊണ്ട് അല്ലെങ്കിൽ റിബേക്കയെ കൊണ്ട് വെറുതെ കണ്ടിട്ട് അവിടുന്ന് വിളിച്ചോണ്ട് അമ്മയുടെ വീട്ടിലോട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് യാക്കോബിന്റെ കല്യാണം ഭാര്യ വീട്ടിൽ വെച്ചാണ് നടന്നത്. നാലാമത്തെ പറയുമ്പം രൂത്തിന്റെ ബോസിന്റെ കല്യാണം നടന്നത് പട്ടണവാതിക്ക് വെച്ചാണ്. അതുകൊണ്ട് പ്രത്യേക സ്ഥലമോ സാഹചര്യമോ ഒന്നുമല്ല അവിടെ ആവശ്യം വരയ്ക്കുന്നത്. പ്രത്യേക കൂതാശകളുമല്ല, ദൈവം അവരെ യോജിപ്പിക്കുക. ഇന്ന് പകൽക്കാലം ഞങ്ങൾ സന്തോഷമുള്ളത് ദൈവം അവരെ യോജിപ്പിക്കുന്നുള്ളതിനകത്ത് ഞങ്ങൾ ആനന്ദരാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. സ്തോത്രം. ഈ വിവാഹത്തിനകത്ത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ചേർന്ന് കഴിയുമ്പോൾ സ്തോത്രം അവരുടെ കടപ്പാടുകളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പൊസിഷൻ അഥവാ സ്ഥാനം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ഞാൻ അവന് തക്കതായ ഒരു തുണിയെ ഉണ്ടാക്കി കൊടുക്കും. എല്ലാ സഹോദരിമാരും വളരെ ശ്രദ്ധയോട് കേട്ടോണം, അല്ലെങ്കിൽ ഇന്നൊന്ന് ശോധന ചെയ്തോണം. എന്റെ ഭർത്താവിന് ഞാനൊരു തക്ക തുണയാണ്. ഇണയാകാനല്ല വിളിച്ചത്. ഇണകളെയല്ല കർത്താവ് മറ്റവരെല്ലാം ഈരണ്ടായിട്ട് സൃഷ്ടിച്ചു. ഒരു 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 ആൺസിംഹത്തിന് ഒരു പെൺസിംഹത്തെ ഇണയായിട്ട് കൊടുത്തു. ഒരു കാളയ്ക്ക് ഒരു പശുവിനെ ഇണയായിട്ട് കൊടുത്തു. മനുഷ്യൻ ഇണയല്ല തന്നത്, മനുഷ്യന് തുണയാണെന്നുള്ള കാര്യം ഓർത്തോളെ. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പറയുന്നത്, സുഖത്തിലും ദുഃഖത്തിലും കഷ്ടതയിലും പ്രയാസത്തിലും സന്തോഷത്തിലും എല്ലാ വേളകളിലും നിങ്ങൾ എന്ത് ചെയ്യണം? തമ്മിൽ പാലിക്കേണ്ട കടപ്പാടുകൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ ഇടയായിത്തീരുന്നത് തുണകൾക്ക് മാത്രമേ എഴുതുന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രിയപ്പെട്ട ഡാർലി ഓർത്തുകൊണ്ടത്, നീ ഈ ജെയിംസിനെ ഒരു തക്ക തുണയായിരിക്കാൻ നിന്നെ ദൈവം നിയമിച്ചിവിടെ കൊണ്ടുവന്നിരിക്കുന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഈ ഭാര്യയ്ക്ക് കുടുംബത്തിലുള്ളതായ അവസ്ഥയും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ രൂത്തിനെ കുറിച്ച് നവോമി പറയുകയാണ്, മകളെ ഞാൻ നിനക്കൊരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞാൽ എല്ലാ മാതാപിതാക്കന്മാരും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വിവാഹം ആലോചിക്കുമ്പോൾ എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞൊരു വീട്ടിൽ പോയാൽ അവിടെ സുഖമായി ജീവിക്കണമെന്ന് കരുതിയ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കുമ്പോൾ കഷ്ടപ്പെട്ടായാലും കാശൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ദൈവമേ എന്റെ കുഞ്ഞു പോയെന്ന് സുഖമായിട്ട് ജീവിക്കട്ടെ എന്നുള്ളതാണ് ലക്ഷ്യം അനേകർക്കുള്ളത്. പിന്നെ ചിലത് പോയി കിടന്ന് അനുഭവിക്കാൻ പറയുന്നത് നിന്റെ വിധി അടി അനുഭവിച്ചോടി എന്ന് പറയുന്ന മാതാപിതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. തോന്നണം. എന്നാൽ ചിലർ പറയുന്നുണ്ട്, എടി നിനക്ക് അവിടെ പോയാതെ വന്നിട്ട് പോരടി എന്ന് പറയുന്ന പുള്ളികളെ ഞങ്ങളെ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് തോന്നണം. എന്നാൽ ദൈവമക്കൾ ഓർത്തോളുള്ളത് ഇങ്ങനൊന്നും പറയുന്നവരല്ല കർത്താവിന് വേണ്ടത്. ദൈവത്തിന് തോന്നണം. കുടുംബജീവിതം മൂലം ദൈവം ആഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരായവർ തീരുവാൻ. തോന്നണം. ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുന്നതിന് വേണ്ടിയാണ് ഈ ഡാലിയുടെ മാതാപിതാക്കന്മാർ അതിനുവേണ്ടിയാണ് ബന്ധപ്പെടുകയും ഭാരപ്പെടുകയും വിഷമിക്കുകയും എല്ലാം ചെയ്ത് ദൈവത്തിന് തോന്നണം. ഇന്ന് പകൽ മറ്റുള്ളവരോടെല്ലാം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചവളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഓർത്തുകൊള്ളേണ്ടത് ഈ ഡാർലിക്ക് ഈ ജെയിംസ് എന്നേക്കും ഒരു വിശ്രാമമായിരിക്കുവാൻ, ഒരു സ്വസ്ഥതയായിരിക്കുവാൻ. സ്തോത്രം. ചില സഹോദരന്മാർ പറയാറുണ്ട്, ഇവൾ ഈ വീട്ടിൽ വന്നേ പിന്നെ ഒരു സ്വസ്ഥതയില്ല. സഹോദരിമാരെ ഓർക്കാൻ അങ്ങനെ പറയിപ്പിക്കലെന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ഭർത്താക്കന്മാർക്ക് തക്ക തുണിയായിരിക്കുകയും ഭാര്യമാർക്ക് ഒരു വിശ്രാമമായിരിക്കുകയും ചെയ്തു. ഇത്രയും മാത്രം സഹോദരന്മാർ ഓർപ്പിച്ചാൽ മതി. അവിടെ അപ്പനെയും അമ്മയും എല്ലാം വിട്ടേറ്റ് എന്റെ പുറകെ ഇറങ്ങി ഇങ്ങനെ പോകുന്നു. ഇനി ഈ പാവം പിടിച്ച പെണ്ണിനെ കുഴയ്ക്കരുതെന്നുള്ള ചിന്ത ഇവിടെ ഇരിക്കുന്ന ബോധമുള്ളവല്ല സഹോദരന്മാർ ചിന്തിച്ചാൽ മേലാ കുഴച്ചിലുണ്ടാകത്തില്ല. സ്തോത്രം. ഈ പലപ്പോഴും ഈ പുരുഷന്മാരുടെ ബോധക്കേടാ. അവർ ആയിരുന്നു ഞാനല്ലോ ചെലവിന് തരുന്നത്, നീ എന്നെ കീഴ്പ്പെട്ടിരുന്നോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ആ മുഖത്തെ ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുമ്പ് ഇവിടെ കേട്ട പോലെ കാലിന്റെ കഴുത്തിൽ ചവിട്ടുന്നത് പോലൊക്കെയാ. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ എന്നെ ഓർമ്മിക്കാം. ഈ സാധാരണ പുരുഷന്മാർക്ക് അബദ്ധം പറ്റുന്ന എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുമ്പോൾ എന്തോ പേര് വിളിക്കേണ്ടത് പോലും അവർക്ക് അറിയാൻ പറ്റും. എന്തൊക്കെ വിളിക്കുമോ നിങ്ങളൊക്കെ അനുഭവത്തിലല്ലയോ പോട്ടെ, ഞാൻ അവരുടെ ഭാഗത്തേക്ക് അറിയുന്നില്ല.
ഏതായാലും അങ്ങനൊന്നും ഈ കല്യാണം കഴിഞ്ഞുകൊണ്ട് വരുമ്പോഴേ പിടിച്ച് പൊക്കി തല പറഞ്ഞ പോലെ പൊക്കി തലേ പറ്റിയേറ്റ് കുറച്ചു നാൾ കൊണ്ട് നടക്കുമ്പോൾ പുതുമയൊക്കെ പോകുമ്പോൾ പതുക്കെ 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 ഒന്ന് താക്കാൻ തുടങ്ങി. ഇതാ ഈ പ്രചരണം വരുന്നത്. വരുമ്പോ മുതൽ ഒന്നാം ദിവസം മുതൽ ഞാൻ ശരിക്കും പറഞ്ഞ കല്യാണം കഴിപ്പിക്കുന്നുണ്ട്. സഹോദരന്മാരാരും ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരാരും കല്യാണം കഴിക്കുന്ന പറഞ്ഞ എടുത്ത് പൊക്കി വെക്കണ്ട, പിന്നീട് എടുത്ത് താത്താനും പോകണ്ട, അതിന്റെ ലെവലിലെ കൊണ്ടുപോയേക്കാമെങ്കിൽ ഒരു കുഴപ്പവും വരുത്തില്ല. സ്തോത്രം. എന്റെ രണ്ടാമത്തെ സഹോദരിയെ വിവാഹം കഴിച്ച് അയച്ചപ്പോൾ ഒരു പാസ്റ്ററെ കല്യാണം കഴിപ്പിച്ചത്. അദ്ദേഹത്തോട് എന്റെ മാതാവ് പറഞ്ഞെന്നാ പറയുന്നത്, കുഞ്ഞാപ്പിച്ച നിന്റെ ഹൃദയം അമ്മണി ആയുസിൽ കാണുവാൻ ഇടവരുന്നതെന്ന് എന്റെ അമ്മ പറഞ്ഞു കൊടുത്തു. എന്നാൽ ഒരു പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു കൊടുത്തു മരുമോനോട്, നിന്റെ ഹൃദയം നിന്റെ ഭാര്യ കാണാൻ ഇടയാകുന്നു പറഞ്ഞാൽ തുറന്നം കൊടുക്കരുത്. തുറന്നു കൊടുത്താൽ കുഴച്ചില്ല കേട്ടോ. സഹോദരന്മാർ ആദ്യം ഇവിടെ വരുന്നുണ്ട് തുറന്നം കൊടുക്കും, പിന്നെ അടയ്ക്കാൻ തുടങ്ങുന്നത്, പിന്നെ ഈ കുഴച്ചിലെല്ലാം വരുന്നത്. അതുകൊണ്ട് കുഴയാതിരിക്കണം, എന്ത് വേണം, ആദ്യം തുറന്നു കൊടുക്കരുത്. പതുക്കെ പതുക്കെ തുറന്നു കൊടുക്കാമെങ്കിൽ വലിയ കുഴച്ചിലൊന്നും വരുന്നെന്നുള്ള കാര്യമാണ് പ്രത്യേകമായിട്ട് ഓർപ്പിച്ച് ഞാൻ ആ വിഷയം വിട്ടേക്കാം. ഏതായാലും ഒരു ഭാര്യ ഒരു ഭാര്യയ്ക്ക് വിശ്രാമമായിരിക്കുവാൻ വേണം, സ്വസ്ഥതയായിരിക്കാൻ വേണം. അവരുടെ വീടിനെ കുറിച്ച് ആയിട്ട് ഓർക്കാനിടയാകുന്നത്. ചില സഹോദരിമാർ പോലുണ്ട്, എന്റെ അപ്പനും അമ്മ എന്നെ ഇങ്ങനൊന്നും അതേ വളർത്തുക എന്ന് പറഞ്ഞോണ്ട് കരുതുന്ന ചില സഹോദരിമാരെ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്വതന്ത്രം ചെയ്യുന്നു. അങ്ങനെ അവർക്ക് ഒരു ദുഃഖവും പ്രയാസമായിരിക്കാതിരിക്കണം. എന്റെ കൂടെ ഇറങ്ങി വന്നിരിക്കുന്ന എന്റെ കർത്താവിന്റെ നല്ല ദാനമായി കർത്താവ് വന്നിരിക്കുന്ന പ്രസന്റേഷനെ അവസാനത്തോടെ സൂക്ഷിക്കേണ്ട ഒരു കടപ്പാട് എന്റെ പക്കലുണ്ടെന്നുള്ള കാര്യം ജെയിംസിനെ ഓർത്തു കൊള്ളുക. അങ്ങനത്തെ ഒരു ചുമതലയിലേക്കാണ് ഇന്ന് പകൽക്കാലം പ്രവേശിക്കുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് മാത്രമേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാവൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മളും ആ പ്രകാരം കാര്യങ്ങളെ ക്രമീകരിക്കാമെങ്കിൽ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലെ കുഴച്ചിലും മാറുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ സഹോദരിമാരെല്ലാം തക്കമകളാകട്ടെ. ഞങ്ങളുടെ സഹോദരന്മാരെല്ലാം ഞങ്ങളുടെ അവരവരുടെ ഭാര്യമാർക്ക് കേട്ടോ, വേറെ ആർക്കും വിശ്രമമാകാൻ പോകുന്നത് അവരവരുടെ ഭാര്യമാർക്ക് വിശ്രമമായിരിക്കാമെങ്കിൽ വലിയ കുഴച്ചിലൊന്നും ഉണ്ടാകത്തില്ല, അനുഗ്രഹമായിരിക്കാൻ ഇടയായിത്തീർന്ന് പറഞ്ഞ് ആ വിഷയം വിട്ടേക്കാം. ഇനി വസിക്കാൻ വേണം. സ്തോത്രം. സദൃശ്യമായിട്ടുള്ള ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, അവന്റെ ഹൃദയം അവളിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ചില ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ വിശ്വാസമില്ല. വീട്ടിൽ ജോലിക്ക് പോകുമ്പോഴും വിചാരം ഇന്ന് വീട്ടിൽ ആരൊക്കെ വരുമോ എന്തോ ആണോ ഇങ്ങനെ തലയിൽ ചൊറിഞ്ഞുകൊണ്ട് ചില ഭർത്താക്കന്മാർ പോകുന്നത്. അവർക്ക് മുഴുവൻ സംശയമാണ്. അതിനെക്കുറിച്ചാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ജാരശങ്കയെന്ന്. ഇതിനകത്ത് ഈ ജാരശങ്ക അഥവാ ഭാര്യമാരെ സംശയിക്കുന്ന ഒരു മനസ്സ് ഉണ്ടാകാതിരിക്കണമെന്ന് കർത്താവിനെ നാം ഓർമ്മിക്കുന്നു. എന്തായാലും കൊള്ളാം, വിശ്വസിക്കാൻ പഠിക്കും. തോന്നുന്നു ഭാര്യമാരെ വിശ്വസിക്കണം. വിശ്വസിച്ചില്ലെങ്കിൽ കുടുംബജീവിതം ശരിയാകത്തില്ല. അതുപോലെ ഭാര്യമാര് ഭർത്താക്കന്മാരെ വിശ്വസിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ചില ഭാര്യമാർ പറഞ്ഞിട്ടുണ്ട്, എവിടേക്കാണോ ആ മനുഷ്യൻ പോകുന്ന ആർക്കറിയാം, ഇനി എപ്പോഴാണ് വരുന്നത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ കണ്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് തമ്മിൽ എന്തില്ല, വിശ്വാസമില്ല. അങ്ങനെ ആയാൽ കുടുംബജീവിതം കുഴഞ്ഞു പോകും. തമ്മിൽ ഒരു പരസ്പരം ജെയിംസ് ഓർക്കണം, എന്റെ ഭാര്യ ഡാർലിയെ പോലും പതിവ്രതയായോലും നല്ല പാവനമായ ഒരു പെൺകുട്ടി വേറെ ഒന്നുമില്ലെന്ന് കുഞ്ഞാൻ വിശ്വസിക്കണം. അതുപോലെ ഡാർലി ഓർക്കണം, എന്റെ തുണയായി എന്റെ തലയായിരിക്കാൻ കണം. എനിക്ക് എന്റെ ഭർത്താവാകുന്ന ജെയിംസിനെ പോലെ ഒരു പരിശുദ്ധനായ വ്യക്തി വേറെ ആരുമില്ലെന്ന് വിശ്വസിച്ചോണം. സ്തോത്രം പറഞ്ഞു പോവുക. ഹല്ലേലൂയ. സ്തോത്രം. എന്തുകൊണ്ടെന്നാൽ ആ മണവാളൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മണവാട്ടിയായിട്ട് അവനോടുകൂടി ഇരിപ്പാൻ. ജനങ്ങൾ മുമ്പേ കഥാദാസങ്ങൾ ഓർപ്പിച്ചു, കല്യാണ സദ്യക്ക് പോകാനല്ല ഞങ്ങൾ വന്നത്. ഇവിടെ നമ്മളൊക്കെ എന്തിനാ, നമ്മളൊക്കെ പറ്റി കഴിഞ്ഞ നേരെ അവിടെ ചെന്നിട്ട് സദ്യ കഴിയണം, സ്ഥലം വേണം നോക്കിയിരിക്കുക. സ്തോത്രം. എന്നാൽ ഇന്ന് ജെയിംസും ലാലിയും വന്നിരിക്കുന്ന സദ്യക്കല്ല, അവരെ കല്യാണത്തിന് വന്നവരാ. സ്തോത്രം. അവര് കല്യാണം കഴിഞ്ഞിട്ട് ജെയിംസിന് ഓടി ലാലി ഒരുമിച്ച് സന്തോഷമായി പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളെല്ലാം സദ്യ കഴിഞ്ഞ് തിരിച്ചു പോകും. സദ്യക്കല്ല നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ അപ്പുറത്ത് പഠിക്കുന്ന കുഞ്ഞാടിന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. മണവാളനോടുകൂടി ഒരുക്കപ്പെട്ട ഒരു മണവാട്ടിയെ ചേർക്കുവാൻ ആ മണവാളൻ വേഗം വരാം. അതിനു വേണ്ടി കാൽവരി ക്രൂശിൽ അവസാനത്തോടെ തന്നവനാകുന്ന അവനവനാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം കാണാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന പകൽക്കാലം നിന്റെ തലയാകുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ കണ്ടുകൊണ്ട് സകല മാനവജാതിയെയും സ്നേഹിച്ചുകൊണ്ട് തന്റെ അവസാനത്തുള്ളിലേക്ക് ഊറ്റി തന്നവനാകുന്ന പോലവനാകുന്ന കർത്താവായ യേശുവിനെ പൂർണ്ണമായിട്ട് അനുസരിപ്പാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം കറയും തുളുക്കം ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കമായി തനിക്കുന്നതിന്റെ തേജസ്സോടെ മുൻനിർത്തപ്പെടുന്ന അവന്റെ സഭയായി തീരുവാൻ അതിൽ ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അപ്രകാരം കർത്താവിന്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവം. ഈ സെപ്റ്റംബർ മാസം 22 പറഞ്ഞപ്പോൾ നമുക്കാർക്കും വലിയ പ്രാധാന്യമില്ലെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും വലിയ പ്രാധാന്യം. സ്തോത്രം എന്ന് പറയുന്ന പോലെ
ഞങ്ങൾക്ക് ഡേറ്റ് അറിയാൻ വയ്യ, ഞങ്ങൾക്ക് ഒന്നറിയാം, എത്രയും വേഗം പ്രത്യാശ ഓർക്കൊണ്ട് നമുക്ക് ഇന്ന പകൽക്കാലം ഒരുക്കമുള്ളവരായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കണം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ആകയാൽ ഈ കല്യാണം വന്നതിന്റെ ഫലമായി നിങ്ങളെല്ലാവരും കറയും ചുളുക്കവും മാലിന്യമില്ലാത്തതായ ശുദ്ധ നിഷ്കളങ്കമായ തേജസ്സുറ്റ സഭയായി തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വിശേഷിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരും സകലവിധമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാണ്. ആധികാരികമായി ഞങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്നതിനാലും ഇന്ന് പകൽക്കാല വിവാഹം ഇവിടെ നടത്തുവാൻ പോവുകയാണ്. എങ്കിലും നടത്തിക്കൊടുക്കുന്നതിന് മുൻപായിട്ട് പിന്നെയും പൊതുസഭയോട് ചോദിക്കുന്നു, ഇവിടെ നമ്മളുടേതായ വിശുദ്ധ വിവാഹം ഇവിടെ നടത്തുന്ന തടസ്സമായിട്ട് എന്തെങ്കിലും തക്കതായ കാരണങ്ങൾ തെളിവ് സഹിതം പ്രസ്താവിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് അത് പ്രസ്താവിക്കാവുന്നതാണ്. ദൈവത്താൽ യോജിപ്പിക്കപ്പെടുന്ന ഈ ശ്രേഷ്ഠ വിവാഹ ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടുന്നതിന് മുമ്പ് തന്നെ ആർക്കെങ്കിലും തക്കതായ എന്തെങ്കിലും കാരണങ്ങൾ ന്യായമായി ഇവർ നമ്മൾ വിവാഹം നടത്തിക്കൊടുക്കാൻ പറ്റതല്ല എന്ന് തെളിവ് സഹിതം പ്രസ്താവിക്കാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പ്രസ്താവിക്കണമെന്ന് ഒരു പ്രാവശ്യം കൊണ്ട് സഭയോട് ഓർപ്പിക്കുന്നു. അപ്രകാരം യാതൊന്നുമില്ല എന്നുള്ളത് നിങ്ങളുടെ മൗനത്തിൽ നിന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ മേലാൽ നിങ്ങൾ മൗനമായിരുന്നോളണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ശുശ്രൂഷ നടത്തി കൊടുക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരായി തീർന്നിരിക്കുകയും ചെയ്തിരിക്കുക. പ്രവേശിക്കാവൂ എന്ന് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ കർശനമായി നിഷ്കർഷിക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ ജെയിംസിനോട് ചോദിക്കുന്നു, സകല ഹൃദയ രഹസ്യങ്ങളെ കാണുന്ന കർത്താവിന് മുമ്പാകെ ഒരു ദിവസം ന്യായവിസ്താര സഭയിൽ നിൽക്കേണ്ടി വരുമെന്നുള്ളതായ ഏറിയ ബോധത്തോടെ എപ്പോൾ എന്നോട് മറുപടി പറയണം. വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ഇന്ന് പകൽക്കാലം ഈ ഡാലിയുമായിട്ട് കൈ കൊടുക്കുന്നതിന് എനിക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഡാലിയോട് ചോദിക്കുന്നു, സകല ഹൃദയ രഹസ്യങ്ങളെ കാണുന്ന കർത്താവിന് മുമ്പാകെ ഒരു ദിവസവും ന്യായവിസ്താര സഭയിൽ നിർത്തുമെന്നുള്ളതായ സകല രഹസ്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് നിർത്തുമെന്നുള്ളതായ ഏറിയ ബോധത്തോടുകൂടി ഇന്ന് പകൽക്കാലം എന്നോട് മറുപടി പറയണം. വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ പ്രിയപ്പെട്ട ജെയിംസുമായിട്ട് ചേർന്ന് മുൻപോട്ട് പോകുന്നതിന് നിന്റെ ജീവിതത്തിൽ പല തടസ്സം പറയാനുണ്ട്. അപ്രകാരം തടസ്സമൊന്നുമില്ലാത്തതിനാൽ ഇവിടെ ശുശ്രൂഷ നമ്മൾ നടത്തി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ദൈവത്തിനൊക്കെ. അങ്ങനെയാണ് ജെയിംസിനോട് ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന ഡാലി എന്ന ഈ യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് നിങ്ങൾ കൊടുക്കുന്ന എല്ലാ സാവകാശങ്ങളിലും മരണം നിങ്ങളെ തമ്മിൽ വേർപിടിക്കും വരെ അവളെ സ്നേഹിച്ചും അവളെ മാനിച്ചും അവളെ പോറ്റി പുലർത്തിയും അവളോട് മാത്രം ചേർന്നതുകൊണ്ട് ഒരു ഉത്തമ ഭർത്താവിന്റെ കടപ്പാടുകൾ നിറവേറ്റുവാൻ ദൈവസഭയിൽ തീരുമാനമെടുക്കുന്നു. അതുപോലെ ഡാലിയോട് ചോദിക്കട്ടെ, നിന്റെ സമീപം നിൽക്കുന്ന ജെയിംസ് എന്ന യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് ഒരുക്കുന്ന നിങ്ങൾ എല്ലാ സാവകാശങ്ങളിലും മരണം നിങ്ങളെ തമ്മിൽ വേർപിടിക്കും വരെ അവന് കീഴ്പ്പെട്ടും അവനെ അനുസരിച്ചും അവനെ ഭയപ്പെട്ടും ഒരു ഉത്തമ ഭാര്യയുടെ കടപ്പാടുകൾ പൂർണ്ണമായി ചെയ്തുകൊണ്ട് അവനോട് മാത്രം ചേർന്നിരുന്നുകൊള്ളുവാൻ ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം ഇപ്പോൾ അവരുടെ ബലകരങ്ങളെ കൊടുത്ത് ഉപേക്ഷണം ചെയ്യുമ്പോൾ എഴുന്നേറ്റതൊന്ന് ആശംസിക്കുവാൻ ഇനി മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്യാ എന്നുകാലേ ഉള്ള ദൈവമേ, ഇനി മംഗളം ശോഭിക്കുവാൻ എന്ന പോലെ നേരം വന്നു അതുരസവിനുണ്ടാക്കി എന്ന പോലെ നേരം വന്നു ഇനി മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നു കാണിയുള്ള കരുണ ചെയ്യുക എന്നു കാണിയുള്ള ദൈവമേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. അവിടെ വലങ്കരങ്ങളെ കൊടുത്ത് ഉപയോഗം ചെയ്യുന്ന സമയത്ത് ദൈവത്തിന്റെ പ്രത്യേകമായ കൃപ പകരണത്തിനായിട്ട് മുപ്പിരിച്ചടച്ചു പോയിരിക്കുന്ന പോലെ
അവിടെ രണ്ടുപേരുടെ കരങ്ങൾ ചേർക്കുമ്പോൾ മൂന്നാമനാകുന്ന കർത്താവിന്റെ കരം അവരോട് കൂടി ചേർത്ത് അവരെ പിടിക്കേണ്ടതിനായിട്ടും അവരെ അനുഗ്രഹിക്കേണ്ടതിനായിട്ടും ദൈവത്തിന് കൃപ ധാരാളം പകർന്നതിനായിട്ടും ചേർന്ന് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് ജെയിംസ് എന്ന ഞാൻ ഡാലിയെന്ന് നിന്നെ ഇപ്പോൾ എന്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്കൊരുക്കുന്ന എല്ലാ സാവകാശങ്ങളും മരണം നമ്മെ തമ്മിൽ വേർതിരിക്കുന്നത്. ഞാൻ നിന്നെ സ്നേഹിച്ചു, മാനിച്ചു, പോറ്റിപ്പുലർത്തി, നിന്നോട് വിശ്വസ്തത പാലിച്ചുകൊണ്ട് ഒരു ഉത്തമ ഭർത്താവിന്റെ കടപ്പാടുകൾ പൂർണ്ണമായി ചെയ്തുകൊണ്ട് നിന്നോട് മാത്രം ചേർന്നിരുന്നോളാമെന്നും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ഉഭയസമ്മതം ചെയ്യും. ആദ്യം ഞാൻ ജെയിംസ് താങ്കളെ ഇപ്പോൾ മുതൽ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഞാൻ എല്ലാ വിധത്തിലും നിങ്ങൾക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് ഭയപ്പെട്ട് ഒരു ഉത്തമ ഭാര്യയുടെ കടപ്പാടുകൾ പൂർണ്ണമായി ചെയ്തുകൊണ്ട് വിശ്വസ്തയോടുകൂടി അങ്ങോട്ട് മാത്രം ചേർന്നിരുന്നു കൊള്ളാമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നീയോട് ഉഭയസമ്മതം ചെയ്യുന്നു. അവർ രണ്ടുപേരും ഉപയോഗത്തെ പൂർണ്ണമായി പാലിപ്പാൻ ദൈവത്തിന്റെ അമിതമായ നമുക്ക് എല്ലാവർക്കും ചോദിച്ചു കൂടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വിശ്വസ്തയും ഇനി ഒരുപോലെ പാലിപ്പാനുള്ള കൃപ നിന്റെ മക്കളുടെ മേൽ പകരുമാറാകണമേ കർത്താവേ. ഇവിടെ സ്നേഹിപ്പാനും മാനിപ്പാനും പോറ്റി പുലർത്തുവാനും അവരുടെ വിശ്വസ്തത പാലിപ്പാവുന്ന കൃപ നിന്റെ മകന്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ തന്നെ കർത്താവേ ജെയിംസിന് കീഴ്പ്പെട്ടിരിക്കാനും അവനെ പൂർണ്ണമായിട്ട് അനുസരിക്കുവാനും അവനെ ഭയപ്പെട്ടുകൊണ്ട് എല്ലാവിധത്തിലും വിശ്വസ്തത പാലിച്ചുകൊണ്ട് നമ്മളോട് മാത്രം ചേർന്നിരുന്നുകൊള്ളുവാൻ പ്രിയപ്പെട്ടവരുടെ നിന്റെ ജീവനങ്ങളുടെ ആവാസകരി ധാരാളം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ അവർ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. അവിടെ അവരെ യോജിപ്പിച്ചിരിക്കുക സ്തോത്രം. ഈ കർത്താവെ തീരുമാനം അവിടുന്ന് മുദ്രയിരിക്കുക സ്തോത്രം. അവിടെ അവരെ മാനിച്ചിരിക്കുക സ്തോത്രം. കുടുംബജീവിതത്തിനെ കുറിച്ച് അവരെ അനുഗ്രഹമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവർ കയറിയിരിക്കുന്ന തോണിയിലേക്ക് നീ കയറുന്നതിനായി സ്തോത്രം. നിന്റെ നാമത്തെ ബോധപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. 2-3 വേദഭാഗങ്ങളൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യം. നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവൻ അവളെ വചനത്തോടുകൂടി സ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് ശരീരത്തെ പോലും സ്നേഹിക്കേണ്ടതാകും. ഭാര്യയെ സ്നേഹിക്കും, തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ അടുത്ത് ഒരു നാളും വായിക്കത്തില്ലല്ലോ. ക്രിസ്തു സഭയെ ചെയ്യുന്ന പോലെ അതിനെ പോറ്റി പുലർത്തത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന് അവയങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും ഇട്ട് ഭാര്യയോടെ പറ്റിച്ചേരും, ഇരുവരും ദേഹമായി തീരും. ഈ മർമ്മം വലുത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും താൻ തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെട്ടതാകുന്നു. ചെറിയ പെശക അവിടെ വന്നിട്ടുണ്ട്. ഈ ഭാഗം വായിക്കുന്നത് നിങ്ങളുടെ അകമയുള്ള മനുഷ്യനെ കൊണ്ട് നിങ്ങൾ അലങ്കരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടുത്ത വാക്യം കൂടെ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അടുത്ത വാക്യം, അത് ദൈവസന്നിധിയിൽ വിലയേറുതല്ലോ. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ, പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾക്ക് തലയിലെ പ്ലേറ്റിംഗ് ഒന്നുമില്ലായിരുന്നു. അവർക്ക് പൊന്നാഭരണമില്ലായിരുന്നു. വിലയേറിയ വസ്ത്രങ്ങളും ആഡംബരങ്ങളും ഒന്നുമില്ലായിരുന്നു. അവർ
സൗമ്യതയോടും സാവധാനത്തോടും അവരുടെ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യരെ തന്നെ ധരിച്ചുകൊണ്ട് അവർ ദൈവസന്നിധിയിൽ വലിയൊരുവരായി ജീവിച്ചവരാണ്. ആകയാൽ ദൈവസന്നിധിയിൽ വലിയേറിയവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളും അങ്ങനെ ഒരു തീരുമാനമെടുത്തോളം കർത്താവിന്റെ നാമത്തിൽ ഈ വിവാഹത്തോളം വന്ന് ഓർപ്പിക്കുകയാണ്. അടുത്ത വാക്യം. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർ കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാൻ വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നു. ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നതിനാൽ അവരുടെ മക്കളായി തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഓർമ്മയാണ്. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്താതിരിക്കരുത്. പലപ്പോഴും പിശാച് നിങ്ങളുടെ പ്രാർത്ഥനയെ മുടക്കം വരുത്തുവാൻ ശ്രമിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തും. നിങ്ങളുടെ കുടുംബജീവിതം ഏത് സ്ഥാനത്ത് വെച്ചാലും പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതെ വണ്ണം നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് ഞാൻ കർശനമായിട്ട് കർത്താവിന്റെ നാമത്തിൽ വഹിച്ചുകൊണ്ട് കടപ്പാട് കർത്താവിന്റെ കാര്യമാണെന്ന് ഓർപ്പിച്ചോളൂ. കാര്യമായ ലോകത്തോടെ സ്ത്രീജനം ബലഹീനം മാത്രമെന്ന് ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നോർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കും. 1:7 വന്നു വായിക്കും. അതുപോലെ ജെയിംസിന്റെ കൂട്ടവകാശവും അധികാരവും ഈ ഡാമിൽ കൊടുത്തിരിക്കുകയാണെന്നുള്ള കാര്യം ഓർത്തു പോകും. അടുത്തത് പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ പരസ്പര സമ്മതത്തോടെ ഒരു സമയത്തേക്കല്ലാതെ നിങ്ങൾ വേർപെട്ടിരിക്കാൻ അവകാശവുമില്ല. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 3 വാക്യങ്ങളുണ്ട്. പരീശന്മാരുടെ അടുക്കൽ വന്നു ഏത് കാരണത്തിനും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമെന്ന് അവനെ പരീക്ഷ ചോദിച്ചു. അതിനവൻ സൃഷ്ടിച്ചവൻ ആദ്യം ഒരാണും പെണ്ണുമായി സൃഷ്ടിച്ചൊന്നും അതിനത്തെ മനുഷ്യപ്പനെ അമ്മയെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. 20 ദേഹമായി തീർന്നാൽ നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ ചെറുനാട് പഞ്ചായത്തിൽ കടുവിനാൽ വടക്കേ ലീപ്പൻ മകൻ ജെയിംസും, ആലപ്പുഴ ജില്ലയിൽ കാത്തേപ്പള്ളി താലൂക്കിൽ തേപ്പാട് വില്ലേജിൽ പരിമണം മറിയും പുത്തൻപീഴികയിൽ കോശിയുടെ മകൾ ഡാർലിയും ഇന്ന് പരസ്പരം ഉഭയസമ്മതം ചെയ്ത് ഭർത്താവും ഭാര്യയുമായിരുന്ന വിഷയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവസഭയുടെ മുമ്പാകെ പ്രഖ്യാപനം ചെയ്യുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. നമുക്ക് എല്ലാവർക്കും അവിടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ വലിയനാമത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം വലിയവനായ ദൈവം എന്റെ കുഞ്ഞുങ്ങളെ യോജിപ്പിച്ചതായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഇരു കുടുംബത്തിൽ ജനിച്ച് കർത്താവേ വളർന്ന പ്രിയ ദൈവമേ, യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ദൈവമേ, ബോവസിനെ മൂത്ത് അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പിതാക്കന്മാരെ അനുഗ്രഹിക്കുന്ന ദൈവമേ, നിന്റെ അത്ഭുതത്തിന് കാരണം ഈ പ്രിയോട് സജ്ജതായിപ്പാൻ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. പോലെയിരിക്കും. യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേൽ മേൽ സമാധാനം ഉണ്ടാകട്ടെ. മേലിലും അനുഗ്രഹിക്കുകയും അധികാരപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുകയാണ്. വിശേഷാൽ നിന്റെ മകളും മകനും കർത്താവെ അവര് ഭാര്യയും ഭർത്താവും മണവാളനും മണവാട്ടിയും അനുഗ്രഹിക്കപ്പെട്ട് ഒരു നല്ല കുടുംബജീവിതം നയിപ്പാട്ട് കൊണ്ടും ഇടയാക്കി തീർക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെ കുടുംബം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ട് ജീവിപ്പാറിന്റെ കൊണ്ടും സഹായിക്കണമേ. വിശേഷാൽ യോശുവ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്ത് മുൻപോട്ട് പോകുവാറിന്റെ കൊണ്ടും സഹായിക്കണമേ. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞ ലോകമാണ്. സമാധാനമില്ലാത്ത ലോകമാണ്. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകമാണ്. ഈ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാ ജീവിപ്പാറിന്റെ കൊണ്ടും നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ അവരുടെ മേൽ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന തിരുനാമത്തിന് സ്തോത്രം ചെയ്തു. അതിഥികളായി ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. അതെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയും കുടുംബജീവിതം ഏറ്റവും ധൈര്യമായി ജീവിപ്പാൻ ക്രിസ്തുവിന് വേണ്ടി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുങ്ങിയിരിപ്പാന്റെ ഗുണം ഞങ്ങളെയും സഹായിക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിനെല്ലാം ചെയ്യണമേ. യേശുവിന്റെ വിലയേറിയ നാമത്തിന് അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. സ്നേഹവും ആശ്വസിപ്പിക്കുന്ന വിശുദ്ധാത്മാവിന്റെ സംബന്ധ സഹവാസം കൂട്ടായ്മ നമ്മളോട് പ്രാർത്ഥന എല്ലാ സ്ഥലങ്ങളും വിശേഷാൽ ഇന്ന് പകൽക്കാല സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ
ശേഷാൽ വിവാഹിതരായി തീർന്ന നവദമ്പതികളോടുകൂടി ഇന്ന് മുതൽ മൂന്നേക്കും കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു മൂലം നമുക്ക് ചെയ്യാൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.